ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷങ്ങൾ? നമ്മളെ യൂട്യൂബിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സലാമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മീനിൻ്റെ കൂട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മീനെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇടലാന്ന്, ക്ലീൻ ചെയ്തിട്ട് പുതിയ നമ്മളെ ചേലേരി മുക്കിന്ന് വാങ്ങിയതാണ് കൂട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ളും കാണാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഫുള്ള് സപ്പോർട്ടൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ. അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ച് അതിൽ നമ്മൾ ഇവിടെ ഓൾറെഡി കല്ലുണ്ടായിന്, കല്ല് അതിലിട്ട് കഴുകിയെടുത്ത് പാട്ടിയിൽ എടുത്ത് വെച്ചു. അപ്പോൾ ഈ കാണുന്ന പലതരം കളർ കല്ലാണുള്ളത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി കല്ലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാണുന്നതാണ് ഞാൻ വാങ്ങിയ മീനിൻ്റെ കൂട്. ചെറുതാണ്, അത്യാവശ്യം ചെറിയൊരു വലിപ്പമേ ഉള്ളൂ. കുറച്ച് മീനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറുത് വാങ്ങിയത്. അത്യാവശ്യം നല്ല ഡിസൈനാണ്, ബോർഡർ നല്ല ബ്ലൂ കളറ്. അപ്പോൾ ആ സൈഡിൽ കാണുന്നതാണ് മീൻ. ആ കവറിൽ ഒരു 5 കളറ്, പലതരം കളർ മീനുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇനി നമ്മൾക്ക് ഗ്ലാസ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അതിൽ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇനി അതിലേക്കാണ് നമ്മൾ ഈ കല്ലെടുത്ത് ഇട്ടിട്ട് അടുത്ത പരിപാടി. ഇപ്പോൾ കല്ല് പതുക്കെ പതുക്കെ അത് ഫില്ലാക്കി, ആ പാട്ടിയിലുള്ള കല്ല് ഫുള്ളൊന്ന് ഫില്ലാക്കി ഇടണം. ഓക്കെ. കല്ല് ഏകദേശം ഫില്ലാക്കി കഴിഞ്ഞ് അടിയിൽ തെർമോക്കോളെല്ലാം വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഏകദേശമായി. അജ്വദ് എൻ്റെ കൂടെ ഉണ്ട്, അവനിങ്ങനെ കാണിച്ചായിരുന്നു അവിടെ കുറച്ചിടാനുണ്ട്, ഇവിടെ കുറച്ചിടാനുണ്ട്. അങ്ങനെ ഫുള്ള് ഫില്ലാക്കിയിട്ട് ഇപ്പം കാണാൻ നല്ലൊരു ഡെക്കറേഷൻ പോലെ ഉണ്ടല്ലേ, പലതരം കളർ കല്ലായതുകൊണ്ട്. അപ്പോൾ നല്ലൊരു രസമുണ്ട്, ബ്ലൂ കളർ ബോർഡറും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റെല്ലാം ഫിറ്റാക്കാനുണ്ട്, അതൊന്നും ഇപ്പോൾ ആക്കിയിട്ടില്ല, അതെല്ലാം ലാസ്റ്റാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മീനിൻ്റെ എടുത്തിട്ട് ബക്കറ്റിലിടണം. അങ്ങനെ 4 ബക്കറ്റും വെള്ളവും കൊണ്ട് അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട്. കുളിമുറിയിൽ നിന്ന് എടുത്തിട്ട് അടുക്കള വഴിയാണ് ഞാൻ വരുന്നത്. അങ്ങനെ ബക്കറ്റ് അവിടെ വെച്ച് ഇനി അതിലേക്ക് പാട്ട എടുത്ത് കോരിയിട്ടാണ് നമ്മൾ അതിൽ വെള്ളം നിറക്കുന്നത്. ബക്കറ്റ് അടക്കം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ ജോയിൻ്റ് ഇളകിയിട്ടുണ്ടെങ്കിൽ ഫുള്ളും വെള്ളം ലീക്കാവും. അപ്പോൾ പതുക്കെ പാട്ടി എടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം അരഭാഗം കഴിഞ്ഞു വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിൽ ചെറിയൊരു കാട് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അത് മീനുണ്ടായാൽ മീന് നല്ലൊരു കുളിർമയാണ് അത്. ആ ചെടി ഉണ്ടായാൽ അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി തന്നെ പലതരം ഇലകളുണ്ട്. അപ്പം അങ്ങനെ ഫുള്ളാകുന്നില്ല, ഏകദേശം ഒരു 3/4 ഭാഗം ചെറിയൊരു ഗ്യാപ്പ് ഇടപെട്ടിട്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് പാക്കറ്റ് അടക്കം കുറച്ച് സമയം അതിൽ മീനിട്ട് വെക്കും.
അങ്ങനെ ഇട്ട് വെക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇട്ട് വെച്ച് അപ്പോൾ ഈ സൈഡ് കാണുന്നതാണ് ഞാൻ. അപ്പോൾ മീനിനെ നോക്കാൻ വേണ്ടിയുള്ള ആളെ ഏൽപ്പിച്ചിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ടുണ്ടായത്. നമ്മൾ കുറേ കാലം നാട്ടിൽ നിൽക്കില്ലല്ലോ, നമ്മൾ പുറത്തും പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ആ വെള്ളത്തിലിടും. അപ്പോൾ ചെറിയൊരു ഉപ്പുണ്ടാവും. അപ്പം മീൻ കുറേ കാലം വെള്ളമൊന്നും മാറ്റേണ്ട ആവശ്യം വരില്ല.